രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക വേളയിൽ രൂക്ഷമായ വിമർശനങ്ങളുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്ത് വരികയുണ്ടായി. അഴിമതിയിൽ മുക്കിക്കുളിച്ച സർക്കാരിനെയാണ് യഥാർത്ഥത്തിൽ 4ാം വാർഷിക വേളയിൽ കേരളം കാണുന്നതെന്നാണ് സണ്ണി ജോസഫ് ഉയർത്തിയ പ്രധാന വിമർശനം. മുഖ്യമന്ത്രിയുടേതുൾപ്പെടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു സണ്ണി ജോസഫ് തന്റെ പ്രതികരണം നടത്തിയതും. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ അഴിമതി ആരോപണങ്ങൾ അദ്ദേഹം എടുത്തു ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ മകൾ യാതൊരു സേവനങ്ങളും നൽകാതെയാണ് യഥാർത്ഥത്തിൽ കരിമണൽ കമ്പനിയിൽ നിന്നും 2.7 കോടി രൂപ മാസപ്പടിയായി കൈപ്പറ്റിയിരുന്നത്. കോവിഡ് കാലത്തെ PPE കിറ്റ് വാങ്ങലുകൾ, KFC നിക്ഷേപം, AI ക്യാമറ തുടങ്ങിയ കുംഭകോണങ്ങളാണ് യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നതെന്നും KPCC അധ്യക്ഷൻ ശക്തമായി തന്നെ ആരോപിച്ചു. മാസപ്പടി കേസിൽ ഇതുവരെ അപ്പീൽ നൽകാത്ത വീണ വിജയന്റെ നിലപാടിനെ സണ്ണി ജോസഫ് ചോദ്യം ചെയ്യുകയുണ്ടായി. SFIO മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കുറ്റപത്രം നൽകിയ കേസിൽ മുഖ്യമന്ത്രി മകളും അപ്പീൽ നൽകുകയോ ഇതുവരെ ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. PPE കിറ്റ് അഴിമതി ഉൾപ്പെടെ സണ്ണി ജോസഫും എടുത്തു കാട്ടുകയുണ്ടായി. കോവിഡ് കാലത്ത് 550 രൂപയുടെ കിറ്റ് 1550 രൂപയ്ക്ക് വാങ്ങി അഴിമതി കാണിച്ചെന്ന് ലോകായുക്തയിൽ കേസും CAG റിപ്പോർട്ടുമാണ് നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഈ കിറ്റ് വാങ്ങിയതെന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടും ഇതുവരെ അതിനോട് മുഖ്യമന്ത്രി യാതൊരു വിധത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊട്ടി ആഘോഷിച്ച് ദേശീയപാതയാണ് മലപ്പുറത്ത് ഇടിഞ്ഞു വീണതെന്നും സണ്ണി ജോസഫ് ശക്തമായി തന്നെ വിമർശിച്ചു.